ക്രിസ്മസിനാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സ്നാക്ക് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പോളയുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബറിൻ്റെ ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത്. അതാരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഇഫ ചിക്കൻ പോളയിലേക്ക് നമുക്ക് ചിക്കൻ്റെ ബോൺലെസ് പീസസ് നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മിക്സ്ഡ് ഹെർബ്സ്, പാപ്രിക്ക പൗഡർ, ഉപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് തൈര്. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അയ്യോ, ഒരു മിനിറ്റ് മാറ്റി വെക്കല്ലേ, അതിലേക്ക് ഒരു സാധനം കൂടി നമുക്ക് ഇടാനുണ്ടേ. എന്താ ചെയ്യാം, മറന്നുപോയതാ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് പുഴുങ്ങി വെച്ച കോഴിമുട്ടൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ചീസ് ക്യൂബ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചീസ് സ്ലൈസ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ശേഷം ഒരു പിഞ്ച് ഉപ്പും 2 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാരയും കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വീണ്ടും നമ്മുടെ മിക്സ്ഡ് ഹെർബ്സ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയോ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അതിൻ്റെ അടുത്ത് രണ്ടും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ 1 കപ്പ് ഓയിൽ, 1 കപ്പ് ഫ്രഷ് ക്രീം മതി. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരച്ച് ഒരു വൈറ്റ് സോസ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. ഇഫ ചിക്കനൊക്കെ മുന്നേ കഴിച്ചവർക്ക് അറിയായിരിക്കും ഈ ഒരു സോസിൻ്റെ ടേസ്റ്റ്. ഇനി ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും, ശേഷം കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇഫ ചിക്കൻ ട്രെൻഡിങ് ആയ സമയത്ത് ഉണ്ടാക്കി നോക്കണം എന്ന് പല പ്രാവശ്യം കരുതിയാണ്, പക്ഷേ നടന്നില്ല. ഈ പോളൻ്റെ റെസിപ്പി കണ്ടപ്പം എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതിലേക്ക് 1 കപ്പ് പാലും കൂടി വെച്ചിട്ടുണ്ടേ. ഇനി ബ്രെഡ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് പീസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ഒഴിവാക്കാം കേട്ടോ. ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു മുട്ട മിക്സിന് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതുപോലൊരു സോസ് പാൻ ഞാൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിലാണ് ഗ്രീസ് ചെയ്തത്. എന്നിട്ട് ഒരു ലെയർ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയതിന് ശേഷം മേലെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ സോസ് സ്പ്രെഡ് ചെയ്യുക. വീണ്ടും നമ്മുടെ ബ്രെഡ് മേലെ വെക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവർ പ്രസ് ചെയ്ത് ആ സോസ് ഒന്നും പുറത്തേക്ക് എത്തിക്കരുത്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മീതെ വീണ്ടും സോസ് യൂസ് ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള പീസസ് മേലെ വെക്കാനുള്ളത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. അവസാനം ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സും കൂടിയും അതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. അടിയിലൊരു പാൻ വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1/2 മണിക്കൂർ എടുത്തത് കുക്കായി വരാൻ കേട്ടോ. അതൊക്കെ ഓരോ പാത്രത്തിൻ്റെയും തീനനുസരിച്ച് സമയം വ്യത്യാസം വരും. അത്രയും പൊങ്ങി വന്നിട്ട് ആ മൂടിയിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു പോള നമ്മൾ മറിച്ചൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ കാണിച്ചുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ മീതെ കുറച്ചും കൂടി സോസും മലയിലയും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടു. പക്ഷെ അതൊന്നും ഇല്ലാത്ത തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.